ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇപ്പൊ പരീക്ഷയുടെ ചൂടിലായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ 8ാം ക്ലാസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എപ്പോഴും തെറ്റിക്കുന്ന ആ ഒരു ചോദ്യം അതേതാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായാലും നമ്മൾ 8ാം ക്ലാസ്സിനകത്ത് അടുത്ത എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും ഇത് തന്നെയായിരിക്കും. അപ്പൊ സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിനകത്തുള്ള ആ ഒരു പോയിന്റ് ആണ് എന്റെ പൊന്നു മക്കൾസ് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കണം. പരിശുദ്ധമായ മനസ്സോടുകൂടി പരിശുദ്ധമായ വാക്കുകളിലേക്കും പരിശുദ്ധമായ സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളെ ശ്രദ്ധ. നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു പോയിന്റ് ദാ നോക്കൂ മക്കൾസ്, എന്താണ്? എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ് ചാർജിങ് ബൈ കണ്ടക്ഷൻ, പ്രേരണ വഴിയുള്ള ചാർജിങ്. ഇത് കേൾക്കുമ്പോ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചിത്രം കാണുമ്പോ തന്നെ കുട്ടികൾക്ക് ആകെ ഒരു ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ ഒരു ദേഷ്യവും ഇനി വേണ്ട, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ പഠിക്കാൻ പോകണം. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. കമോൺ ഗൈസ്, യോ കമോൺ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഒരു ചിത്രം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു തരത്തിൽ ഇത്തരത്തിലൊരു ചിത്രമായിരിക്കാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരിക. ഇതിനകത്ത് ആ ചാർജുകളുടെ ക്രമീകരണം ഒന്നും കൊടുക്കൂല. പക്ഷെ ഇന്ന് നിങ്ങൾക്കിപ്പോ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി ഞാൻ ചെറിയൊരു കാര്യം പറയണം. മക്കൾ ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടില്ലേ എന്തോ ഒരു വസ്തുവാണ് അല്ലെ. അതിന്റെ താഴെയുള്ള ഒരു മരത്തിന്റെ ഒരു കഷ്ണം, ഒരു ഇൻസുലേറ്റർ എന്നാണ് ഇതിനെ പറയാ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നമ്മൾ ഇതിനെ ഇൻസുലേറ്റർ എന്നാണ് പറയാ. മലയാളം മീഡിയത്തിൽ ശരിക്കും കുജാലകം എന്നൊക്കെ പറയും, പക്ഷെ ഇപ്പൊ പുതിയ പേരുകൾ ഇൻസുലേറ്റർ എന്നാണ് പറയാ. അതായത് ഇത് ഒരിക്കലും ഇവിടുത്തെ ചാർജുകൾ ഭൂമിയിലേക്ക് എർത്ത് ചെയ്തു പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറോ ഉണങ്ങിയ തടി കഷ്ണങ്ങളായിരിക്കണം നമ്മളിവിടെ സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു പദാർത്ഥം കണ്ടില്ലേ, ഇതൊരു ചാർജ് ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണ്. ഇപ്പൊ നമുക്ക് ഗ്ലാസ് റോഡ്, എബണൈറ്റ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മളിങ്ങനെ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സ്പിയർ കണ്ടില്ല, അതിന്റെ അടുത്തേക്ക് ആ ഒരു വസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ കണ്ടില്ല മക്കൾസ്, എല്ലാവരും കൂടെ ശ്രദ്ധിച്ച് എന്താണ് ഇതിനകത്ത് എന്താ കൊടുത്തില്ലേ, എല്ലാവരും കൂടെ ശ്രദ്ധിക്കൂടെ, ഒരു പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഏതോ റോഡാണ്. അത് ഗ്ലാസ് റോഡാണോ എബണൈറ്റ് ആണോ ഒന്നും പറയുന്നില്ല. പകരം ഓൾറെഡി നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഉള്ള ഗ്ലാസ് റോഡാണ് അല്ലെ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള എന്തെങ്കിലും ഒരു റോഡ്, ഒരു കഷ്ണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വിചാരിക്കുക. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ എപ്പോഴും വ്യത്യസ്ത ചാർജുകൾ എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരേ ചാർജുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, റിപ്പലെയും വികർഷിക്കും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വസ്തുവിനകത്ത് ഒരുപാട് ചാർജുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ വസ്തുവിനകത്തുള്ള എല്ലാ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇതിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. അത്രേ ഉള്ളൂ. ഇനി നോക്കൂ, അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജുകളൊക്കെ എന്ത് ചെയ്യും, നേരെ അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് എത്തി. ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇതിനെയാണ് നമ്മൾ ശരിക്കും ചാർജ് ബൈ ഇൻഡക്ഷൻ, പ്രേരണ വഴിയുള്ള ചാർജിങ് എന്ന് പറയാം. ചാർജ് ഉള്ള ഒരു വസ്തുവിനെ ചാർജ് ഇല്ലാത്തൊരു വസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പൊ ഇവിടെ നോക്കൂ മക്കൾസ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കണ്ടില്ലേ. അതുകൊണ്ട് തൊട്ടടുത്തുള്ള വസ്തുവിന്റെ അതിന്റെ സൈഡിൽ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ചാർജുകൾ ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഒരു വസ്തുവിന്റെ ഇപ്പുറത്തെ സൈഡിൽ എന്ത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് അതിന്റെ എതിർവശത്തിലുള്ള ഒരു ചാർജുകൾ ഫോം ചെയ്യുന്നു. ഇതാണ് ചാർജ് ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ പ്രേരണം വഴിയുള്ള ചാർജിങ് എന്നൊക്കെ പറയാം. ഇപ്പൊ കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്നുണ്ടാവും അല്ലെ. പേടിക്കണ്ട, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കാം മക്കൾസ്, ഇവിടെ നോക്കാം എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഏത് ചാർജ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തു ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പരീക്ഷയ്ക്ക് നമുക്ക് ഇവിടെ A B എന്ന് കൊടുക്കും. എന്നിട്ട് എയിലെ ചാർജ് ഏതാണ്, ബിയിലെ ചാർജ് ഏതാണ്, ഇതാണ് സാധാരണ എപ്പോഴും പരീക്ഷയ്ക്ക് വരാം. ഇവിടെ ഉണ്ട് ഒരു സ്റ്റാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻസുലേറ്റർ ആയിരിക്കും അല്ലെ. ഈ ഒരു സ്റ്റാൻഡ് എപ്പോഴും ഇൻസുലേറ്റർ ആയിരിക്കും. ഇനി അതോടൊപ്പം തന്നെ മക്കൾ സുഹൃത്ത് വയ്ക്കുക, ഇവിടെ A B എന്ന് കൊടുക്കും, അതിന്റെ ചാർജ് ഏതാന്നൊക്കെ കണ്ടെത്താൻ പറയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത് മക്കളെ, നോക്കിക്കോളൂ. ഇവിടെ ഏത് ചാർജ് ആണോ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും മേലുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇവിടെ രൂപപ്പെടുന്ന ചാർജ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഇപ്പുറത്ത് രൂപപ്പെടുക. ഇത്രേ ഉള്ളൂ. ഇത് മാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ പരീക്ഷയ്ക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ചിത്രമാണ് തരിക. എന്നിട്ട് A B C
ABC അല്ലെങ്കിൽ XY എന്നൊക്കെ പേര് കൊടുത്തിട്ട് അതിലെ ചാർജുകൾ ഏതാണ്, ആ ചാർജുകളുടെ ക്രമീകരണം എങ്ങനെയെന്നുള്ളോട് കണ്ടെത്താൻ പറയും. അത്രേ പരീക്ഷയ്ക്കുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ തെറ്റിക്കുന്ന ഒരു ചോദ്യം. പൊതുവെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ ഒന്നുമില്ല, ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ മാർക്ക് ഷുവറാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എന്റെ ആൻസർ പറയണം. മക്കൾ ഇവിടെ നോക്കുമ്പോൾ ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ എ എന്നുള്ള ഭാഗത്ത് ഏത് ചാർജ് ഫോം ചെയ്യും? നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ബി ഭാഗത്ത് ഏത് ചാർജ് ഫോം ചെയ്യും? നിങ്ങളൊന്ന് പറഞ്ഞേ. അതെ, എന്തായിരിക്കണം? അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇത്രയുള്ളൂ. പരീക്ഷയ്ക്ക് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണത്. അപ്പൊ എയിൽ നെഗറ്റീവ് ചാർജ്, ബിയിൽ പോസിറ്റീവ് ചാർജ് ആയി. കറക്റ്റ് ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അങ്ങനെ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞേ, പെട്ടെന്നൊന്ന് പറഞ്ഞേ. പറയൂ, എന്താണ് മക്കളെ? ഇവിടെ നോക്കും, ഇവിടെ ഏത് ചാർജാണ്? നെഗറ്റീവ്ലി ചാർജുള്ള റോഡാണ് കൊണ്ടുവന്ന് വെച്ചല്ലേ, എബണൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പൊ ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു റോഡ്, ഒരു ദണ്ട് നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെച്ചു. തൊട്ടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് പ്രത്യേകത, ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഏത് ചാർജ് ആണോ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഇവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഇത്ര ഉള്ളു നിങ്ങൾ ശ്രദ്ധിക്കാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര സിമ്പിൾ ആയിരുന്നു സാർ അത്. ഞാനിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് ഈ മാർക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് കണ്ടോടുകൂടി നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ ഏതായാലും നോക്കൂ മക്കൾ, ഇനി കൺഫ്യൂഷൻ വരാൻ പാടില്ല. എന്താണ് ഇവിടെ നോക്ക്, എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള അഗ്രം എൻഡ് പോസിറ്റീവ് ചാർജ് ആയി മാറുന്നു. അപ്പൊ ഇതിന്റെ അടുത്ത എൻഡ് ശരിക്കും നെഗറ്റീവ് ചാർജ് ആയി മാറുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ടൈപ്പിലുള്ള പിക്ചറുകളാണ് പരീക്ഷയ്ക്ക് വരിക. ഇനി അടുത്തൊരു പിക്ചർ നോക്കൂ. ഇവിടെ എന്താ? ഇത് നോക്കുമ്പോ തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ? ഒന്നുമില്ല, ഇതൊരു ഗ്ലാസ് ജാർ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കും, ഒരു ബോട്ടിൽ പോലെ അങ്ങനെ തന്നു വിചാരിക്കാം. ഇതൊരു മെറ്റൽ ബോള് അല്ലെങ്കിൽ മെറ്റൽ സ്പിയർ എന്നൊക്കെ പറയാം, മെറ്റൽ സ്പിയർ. ഇനി ഇതെന്താണ്? ഇതൊരു ഗോൾഡൻ ലീഫാണ്. നമ്മൾ സ്വർണ്ണദളങ്ങൾ എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള, അതായത് ഒരു ഇലക്ട്രോസ്കോപ്പിന്റെ വേറെ രൂപത്തിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി വേറെ രൂപത്തിലൊരു ചിത്രം തരും. പക്ഷെ നിങ്ങൾ തെറ്റിക്കോ? ഇല്ല. എന്താണ്? ഇതിലേക്ക് നോക്കിയാൽ ഇപ്പൊ ഇതിന് ചാർജ് ഇല്ല. കാരണം എന്താണ്? ഇത് തമ്മിൽ റിപ്പൽ ചെയ്യുന്നില്ല, വികർഷിക്കുന്നില്ല. ആ രണ്ട് ദളങ്ങൾ ഇപ്പൊ എങ്ങനെയാണ്? അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വികർഷിക്കുന്നില്ല. അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. അപ്പൊ ഇതുകൊണ്ട് ഇത് ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്, അവിടെ ചാർജ് ഇല്ല എന്നൊക്കെ ഓർത്ത് വെക്കാം. കൺഫ്യൂഷൻ അല്ലല്ലോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തേക്ക് ഒരു ചാർജ് ഉള്ള ഒരു ദണ്ട് കൊണ്ടെന്ന് വെച്ചാൽ എന്താവും സംഭവിക്കുക? അതാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ എന്താ കൊടുത്തില്ലേ? ഇതുവരെ നമ്മൾ പഠിച്ച പോയിന്റുകൾ മാത്രം. എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ദണ്ട് കൊണ്ടെന്ന് വെച്ചു. അപ്പൊ നോക്കുക, ഈ മെറ്റൽ സ്പിയറിന്റെ തൊട്ട് മുകൾ ഭാഗത്ത് എന്ത് ചെയ്തു? അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിന്റെ രണ്ട് ദളങ്ങളിൽ ഈ ഗോൾഡൻ ലീഫ്, ഈ സ്വർണ്ണ ദളങ്ങളിൽ എന്ത് ചെയ്തു? നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തു. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? ഇത് റിപ്പൽ ചെയ്യുന്നു അല്ലെ? ഇതെന്ത് സംഭവിക്കുന്നു? റിപ്പൽ, വികർഷിക്കുന്നു. കാരണം എന്താണ്? സെയിം ചാർജുകളാണ് അല്ലെ? സെയിം ചാർജ് ആണ് ഓർത്തേക്ക്. സെയിം ഒരേ ചാർജുകൾ എപ്പോഴും വികർഷിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നെഗറ്റീവ് ചാർജ് ആയപ്പോ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയി. അങ്ങനെയെങ്കിൽ ഈ എൻഡിൽ ഏതായി? നെഗറ്റീവ് ചാർജ് ആയി മാറും. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ചിത്രം തന്നെ നിങ്ങൾ നോക്കും മക്കളെ. ഇവിടെ നോക്കും, ഇവിടെ ഏതാണ്? പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ തൊട്ടപ്പുറത്ത് ഏത് ചാർജ് ആയും? അതിന്റെ തൊട്ടടുത്ത് ആ ഒരു പോസിറ്റീവ് ചാർജിനോട് ചേർന്നിട്ടുള്ള അഗ്രം, ആ ഒരു മെറ്റൽ സ്പിയർ, ആ ലോഹഗോളത്തിൽ ഏത് ചാർജ് ഫോം ചെയ്തു? ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രോസ്കോപ്പിന്റെ ഏറ്റവും എൻഡിൽ ആ ഗോൾഡൻ ലീഫിൽ ഏത് ചാർജ് ഫോം ചെയ്തു? ഇതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഫോം ചെയ്തു. അതുകൊണ്ട് അതെന്ത് ചെയ്തു? വികർഷിക്കുന്നു. ഇത്രയുള്ളൂ. അപ്പോ ഒരേ കൺസെപ്റ്റ് തന്നെ പല ചിത്രങ്ങളിലൂടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ ഏതോ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഏതോ ഒരു റോഡ് വെച്ചിട്ടുണ്ട്, അതിന് ഏത് പേര് കൊടുത്തു? അങ്ങനെയെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള അഗ്രത്തിന് ഞാൻ എന്ത് ചെയ്തു? ബി എന്നുള്ള പേര് കൊടുത്തു. ഇവിടെയുള്ള അഗ്രം സി ആയിരിക്കാം, പക്ഷെ അവിടുത്തെ ചാർജ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എയിലെ ചാർജ് ഏതാണ്? ബിയിലെ ചാർജ് ഏതാണ്? പെട്ടെന്ന് എന്ത് ചെയ്യാം? ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെ മെസ്സേജ് ഞാൻ എന്ത് ചെയ്യും? ഇതിലേക്ക് നോക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇന്നത്തെ ക്ലാസ് വളരെയധികം ഫലപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ ആ വീഡിയോയുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ മുഫീദ മിസ്
മുഫീദ മിസ്സോ ഞാനോ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പൊ മക്കളെ, ഇതിന്റെ ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പല രൂപത്തിലുള്ള ചിത്രങ്ങൾ വരാം. അപ്പൊ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ എയുടെ ചാർജ് ചെയ്ത് ബിയുടെ ചാർജ് ചെയ്ത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യാ, പെട്ടെന്ന് താഴെ കമന്റ് ചെയ്യാ. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോ ഇനിയും അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അപ്പൊ അതുവരെ എന്ത് ചെയ്യാ, ടാറ്റാ ബൈ ബൈ.